പരിശുദ്ധമായ ആരാധനയിലേക്ക് നമുക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടി പ്രവേശിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്ന അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാണിത്. എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ പക്കൽ ഇറക്കി വയ്ക്കാം. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള ബോധ്യത്തോടു കൂടെ മനസ്സ് തുറന്ന് ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മ എവിടെയാണോ അവിടെ നമുക്ക് സ്വർഗീയ ഇടമാക്കി മാറ്റാം. ഒത്തിരി ദാഹത്തോടു കൂടെ നമുക്ക് ദൈവത്തിൻ്റെ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നതനാഥൻ നീതിതൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. വലിയ അഭിഷേകം നമ്മിലേക്ക് വരട്ടെ. വലിയ ശക്തമായ ഒഴുക്ക് ദൈവത്തിന്റെ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മൾ എല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 സ്തുതി, 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 സ്തുതി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ ഇടയിലായിരിക്കുന്ന നല്ല തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേ തൃപ്പാദത്തിങ്കൽ വെച്ച് ഞങ്ങളെ വണങ്ങുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഹൃദയം തുറന്നങ്ങി ആരാധിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. തമ്പുരാനെ, ഈ ആരാധന ഉടനീളം കർത്താവേ, അങ്ങയുടെ മലാഖമാരും അങ്ങയുടെ വിശുദ്ധരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. കോടാനുകോടി മലാഖമാരുടെ സ്തുതികളോടുകൂടെ പാപികളും ബലഹീനമായ ഞങ്ങളുടെ സ്തുതികളും ഇതാ കർത്താവ് ഞങ്ങളുടെ പക്കലേക്ക് ഉയർത്തുകയാണ്. ഈ ആരാധന അങ്ങ് സ്വീകരിക്കണമേ. ഈ ആരാധന അങ്ങ് സംപ്രീതനാകണമേ. പ്രത്യേകമായി ഈ ആരാധന ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരസ്യ ജീവിതത്തിൽ അങ്ങ് ശിഷ്യന്മാരുടെ കൂടെ ഒരു വള്ളത്തിൽ അക്കരയ്ക്ക് പോയ രംഗം ഞങ്ങൾ ഓർക്കുകയാണ്. ശാന്തമായി നീങ്ങുന്ന യാത്ര, വളരെ രസകരമായ യാത്ര മുന്നോട്ട് പോകണം. നല്ല വെയിലുള്ളതിനാൽ അങ്ങ് ഒരു തലയിണ വെച്ച് ആ വള്ളത്തിൽ കിടന്നുറങ്ങണം. മറ്റു ശിഷ്യന്മാർ ആടിപ്പാടി രസകരമായിട്ട് യാത്ര മുന്നോട്ട് പോകുന്നു. എന്നാൽ അപ്പോഴാണ് അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റടിക്കുക, തിരമാലകൾ ഉയർന്നടിക്കുക. ഭയപ്പെട്ടു പോയ ശിഷ്യന്മാര് തങ്ങൾ നശിക്കാറായി എന്ന് കരുതി വിതമ്പുന്ന മനുഷ്യര് അങ്ങയെ വിളിച്ചുണർത്തി അവർ ചോദിച്ചില്ലേ, കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? ഇതാ ഞങ്ങൾ മരിക്കാറായിരിക്കുന്നു, അങ്ങ് എന്താണൊന്നും പ്രവർത്തിക്കാത്തതെന്ന് ചോദിക്കുന്ന ആ ശിഷ്യന്മാരുടെ ആ ഒരു ചിത്രം ഞങ്ങളുടെ മനസ്സിൽ തെളിയുക. കർത്താവേ, ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വിവിധങ്ങളായ കുടുംബങ്ങളെ ഞങ്ങൾ അങ്ങനെ പക്കലേക്ക് സമർപ്പിക്കുക. ഈശോയെ, ഒത്തിരി സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നവര്, ആ കുടുംബജീവിതത്തിന് ആദ്യ നാളുകളൊക്കെ ഒത്തിരി രസമുള്ളതായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആഞ്ഞടിച്ച ചില കൊടുങ്കാറ്റുകൾ, അപ്രതീക്ഷിതമായി ഉണ്ടായ ചില തകർച്ചകൾ, ദൈവമേ ഞങ്ങൾ തകർന്നു പോയി എന്നുള്ള ചിന്തകൾ, കർത്താവേ, ഈ ആരാധനയിൽ ഇതേ മാനസികാവസ്ഥയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുക. ഈശോയെ, പ്രത്യേകിച്ച് വിവാഹമെന്നുള്ള ആ കുദാശയിലേക്ക് ഒത്തിരി പ്രതീക്ഷയോടുകൂടെ പ്രവേശിച്ചവര്, ഒരുപക്ഷെ ആ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവര്, പ്രതീക്ഷ അറ്റുപോയവര്, തങ്ങളെടുത്ത തീരുമാനം തെറ്റാന്നൊക്കെ കരുതുന്നവര്, തമ്പുരാനെ, തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ ദമ്പതികളെയും നിങ്ങളുടെ പക്കലേക്ക് ചേർത്ത് വെക്കുക. ഈശോയെ, അങ്ങാണല്ലോ അവരെ ഒരുമിച്ച് കൂട്ടിയത്. അങ്ങാണല്ലോ കർത്താവെ അവരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങാണല്ലോ അവരോട് പറഞ്ഞത്, ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ വലതുകരം വെച്ച് ഉച്ചത്തിൽ പ്രതിജ്ഞ എടുക്കുവാനായിട്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്നാന്ന് പ്രഖ്യാപിക്കുവാൻ അങ്ങാണല്ലോ കർത്താവെ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇന്നിതാ അവർ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു. ഈശോയെ, പ്രതീക്ഷകൾ അറ്റുപോയിരിക്കുന്നു. നിരാശയാണ് അവരുടെ കുടുംബത്തിൽ. വീഞ്ഞ് തീർന്നു പോയ അവസ്ഥകൾ, സന്തോഷം പറ്റിപ്പോയ അവസ്ഥകൾ, നിരാശ നിറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങ് കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് നമുക്കറിയാവുന്ന എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ ആയിരിക്കാം ആ കുടുംബങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുമിത്രാദികളായിരിക്കാം ആ കുടുംബങ്ങൾ, ആരുമാകട്ടെ. നമുക്കറിയാവുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്നവർ, വേർപിരിയണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നീങ്ങുന്നവർ, എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം.
ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ. കർത്താവായ ഈശോയെ, ഒത്തിരി ആഹ്ലാദത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി കൊതിച്ച് പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവര്, എന്നാൽ അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഉണ്ടായ ചില കല്ലുകടികൾ, താൻ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ജീവിത പങ്കാളിയല്ല തനിക്ക് ലഭിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ ചില വ്യക്തികൾ, ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്നുള്ള നൊമ്പരത്തിൽ കഴിയുന്നവര്, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നറിയാതെ വേദനിക്കുന്നവര്, എത്രയും വേഗത്തില് ഇതിൽ നിന്നൊഴിയണമെന്ന് ചിന്തിക്കുന്ന ചില മക്കള്, കർത്താവെ ചേർത്ത് വയ്ക്കുകയാണ്. ശിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പിനെ പോലെ പാറ്റാൻ ശ്രമിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരികെ വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുക എന്ന് കർത്താവെ അങ്ങ് ശിമയോനോട് അരുളി ചെയ്തല്ലോ. തമ്പുരാനെ, അങ്ങ് തെരഞ്ഞെടുത്ത, അങ്ങ് ഒരുമിച്ച് കൂട്ടിയ കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് സാത്താൻ കെണികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, ആ കെണികളിൽ വീണുപോയ ചില മക്കള് അവരുടെ വിളിയെക്കുറിച്ച് മനസ്സിലാവാതെ വേദന കഴിയുന്നുണ്ടെങ്കിൽ, കർത്താവ് ഇപ്പോൾ അവർ കടന്നു പോകുന്ന വേദനിക്കുന്ന അനുഭവങ്ങളുടെ പിന്നിൽ ഏതെങ്കിലും പൈശാചിക പീഡകളാണെങ്കിൽ, തിന്മയുടെ അരൂപികളാണെങ്കിൽ, ഈശോയെ അങ്ങ് ആ തിന്മയുടെ അരൂപികളെ ബന്ധിക്കണമേ, അന്ധകാര ശക്തിയിൽ എടുത്തു മാറ്റണമേ. ദൈവമാണ് ഞങ്ങളെ കൂട്ടിയോജിപ്പിച്ചെന്ന് തിരിച്ചറിയുവാനായിട്ട്, ചേർന്ന പങ്കാളിയാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് കർത്താവെ അവരുടെ കണ്ണുകൾ തുറക്കണമേ. കർത്താവ്, നിന്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവര്, അതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവര്, കർത്താവ് അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും പൈശാചിക പീഡയാണെങ്കിൽ, തിന്മയുടെ ശക്തികളുടെ ബന്ധനമാണെങ്കിൽ, ഈശോയെ അങ്ങ് കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ തകർക്കണമേ, ആ മക്കളെ സ്വതന്ത്രരാക്കണമേ, അവരുടെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കൊടുക്കണമേ. കർത്താവെ, ജീവിത പങ്കാളിയിൽ ദൈവത്തെ കാണുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരുണ എല്ലാ ദമ്പതികളുടെ മേലും ഒഴുകുവാൻ ഇടയാകട്ടെ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. യേശു നായകൻ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റും.
ഈശോയെ, അങ്ങ് അരുളി ചെയ്തു, ദൈവം മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, ഒരു ശരീരമായി തീരുമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. പിന്നീട് അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. കർത്താവായ ഈശോയെ, പുതിയൊരു വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ ബന്ധങ്ങളിൽ വന്ന ചില ഉലച്ചിലുകൾ, ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള ബന്ധം അത് വിവാഹത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അങ്ങനെ മാതാപിതാക്കളാണ് ഞങ്ങളുടെ കുടുംബം തകർത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഭാര്യാഭർത്താക്കന്മാരിലുണ്ടെങ്കിൽ, കർത്താവേ, ഈ സമയത്ത് നിന്റെ തിരുരക്തം കൊണ്ട് അവരെ കഴുകണമേ. കർത്താവേ, മാതാപിതാക്കളും അവരുടെ റോൾ എന്തെന്ന് മനസ്സിലാക്കുവാനായിട്ട്, വിവാഹിത അവരുടെ റോൾ എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട്, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ജീവിത പങ്കാളിക്ക് എന്ത് സ്ഥാനം കൊടുക്കണം തിരിച്ചറിയുവാനായിട്ട്, കർത്താവെ, അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, പ്രത്യേകിച്ച് മാതാപിതാക്കളാണ് ഞങ്ങളുടെ ജീവിതം തകർത്തതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും കർത്താവ് ഈ സമയത്ത് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ, കർത്താവെ, യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട്, തിന്മയുടെ ബന്ധനങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട്, നേരായ വഴിയിലേക്ക് നടക്കുവാനായിട്ട്, കർത്താവെ, നിന്റെ കൃപയൊഴുകട്ടെ. അങ്ങ് കൂട്ടിയോജിപ്പിച്ച് ഓരോ കുടുംബത്തിലും കർത്താവെ അങ്ങയുടെ അഭിഷേകം നിറയണമേ. ഓരോ കുടുംബത്തെയും കർത്താവെ തകർച്ചകളിൽ നിന്ന് അങ്ങ് രക്ഷിക്കണമേ. നമുക്ക് ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്കാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. കർത്താവായ ഈശോ തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കടന്നു വന്നപ്പോൾ സ്വന്തം മകനോ മകളോ ആയി കരുതാൻ പറ്റാതെ വേദനിക്കുന്ന മനുഷ്യര്, ഒരുപക്ഷെ മക്കളോടുള്ള അമിതമായ സ്നേഹത്താൽ മകനല്ലെങ്കിൽ മകൾക്ക് തങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്നുള്ള ഭയത്താലൊക്കെ ഏതെങ്കിലും മാതാപിതാക്കള് കർത്താവെ തിന്മയ്ക്ക് അടിമപ്പെട്ട് ഏതെങ്കിലും കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, സാത്താൻ അവരെ അമിതമായ പുത്രസ്നേഹം കൊണ്ടോ പുത്രി സ്നേഹം കൊണ്ടോ ഒക്കെ അവരെ നിറച്ചുകൊണ്ട് കുടുംബം തകർക്കുവാൻ അവർ ഉപകരണമാക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ, ഈ ആരാധനയുടെ സമയത്ത് തിന്മകൾ കുടുംബത്തിന് വിട്ടുപോട്ടെ, അശുദ്ധി വിട്ടുമാറട്ടെ, അന്ധകാരപട വിട്ടുപോട്ടെ, ദൈവസ്നേഹം കൊണ്ട് എല്ലാവരും നിറയട്ടെ, പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ, തങ്ങളെക്കാൾ അധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ കുടുംബവും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തകർന്ന കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് ചേർത്ത് വെച്ച് നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. കർത്താവായ ഈശോയെ, വിവാഹത്തിന് ശേഷമാണ് തിരിച്ചറിയുക ജീവിത പങ്കാളി ചില മാനസിക പിരിമുറുക്കങ്ങളിലുള്ളതാണ്, മരുന്ന് കഴിക്കുന്നതാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ചിന്തയിൽ വേദനിച്ചു കഴിയുന്നവർ, കർത്താവെ, അങ്ങനെ മാനസിക പീഡ അനുഭവിക്കുന്നവർ അവരെ ചേർത്ത് വയ്ക്കുക. ഈശോയെ, കർത്താവെ, നിന്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ചേർന്ന ജീവിത പങ്കാളിയെ ഞാൻ നൽകുമെന്നുള്ള അങ്ങയുടെ വാക്കുകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നൊമ്പരപ്പെട്ട് ഒറ്റപ്പെട്ട് മുൻപോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ വേദനിക്കുന്ന ആ മക്കൾക്ക് കർത്താവെ
സ്വർഗീയ പ്രകാശം നൽകണമേ. യുക്തമായ തീരുമാനമെടുക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ, കൃപയാകണമേ. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ. ഞാൻ നിൻ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ. കർത്താവെ, പലപ്പോഴും കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നശിപ്പിക്കാറുണ്ട്. വലിയ കടബാധ്യതകൾ വരുമ്പോൾ സ്വസ്ഥതയില്ലാത്ത ജീവിതം, എല്ലാത്തിനും പരസ്പരം പഴിചാരുന്ന അവസ്ഥകൾ, കർത്താവെ, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സ് മരവിച്ചു പോകുന്ന അവസ്ഥകൾ, പലപ്പോഴും സാത്താൻ ആ മേഖല എടുത്തുകൊണ്ട് കുടുംബത്തെ തകർക്കാൻ തന്നെ പരിശ്രമിക്കും. കർത്താവേ, ഈ സമയത്ത് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ, കുടുംബ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ഈശോയെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ആ തകർച്ചകൾ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ദമ്പതികൾക്ക് നൽകണമേ. അങ്ങനെ ഒരുമിച്ച് ആ പ്രശ്നത്തെ തരണം ചെയ്യുവാനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ തകർച്ചയുടെ പേരിൽ കുടുംബം തകരുന്ന അവസ്ഥയെ, ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സമാധാനം കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവിൻ്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുക. വലിയ കരുണയൊഴുകുന്ന നിമിഷങ്ങളാണ്, വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ സമയത്ത് തന്നെ ഒത്തിരിയേറെ കുടുംബങ്ങളിലേക്ക് അത്ഭുതത്തിൻ്റെ അഭിഷേകം നിറയണം. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ കല്ലുരുട്ടി മാറ്റുക എന്ന് അവിടെ നിന്ന് അരുളി ചെയ്തപ്പോ, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായി കാണും, വേണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന മനുഷ്യരോട് നീ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണുമെന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചിരിക്കുന്ന സമയത്തും കർത്താവേ, അങ്ങേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ലാസറേ, പുറത്തു വരിക എന്നുള്ള ഒറ്റ വചനത്താൽ മരിച്ചടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞ ആ മകനെ അങ്ങ് ജീവനോടെ പുറത്തു കൊണ്ടുവന്നല്ലോ. കർത്താവേ, ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ തകർന്നുപോയ എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുക. യേശുവേ, നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പുത്തൻ പ്രതീക്ഷകൾ നൽകി അനുഗ്രഹിക്കണമേ, പുതുജീവൻ നൽകി അനുഗ്രഹിക്കണമേ. പുത്തൻ പ്രകാശത്താൽ എല്ലാ അന്ധകാര പീഡകളും വിട്ടുപോട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. തകർന്ന സകല കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഏതെങ്കിലും ഒരു കുടുംബം തകരുവാനായിട്ട് നമ്മൾക്കിടെ നമ്മൾ വഴിയായിട്ട് കാരണമായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചില കടുംപിടുത്തങ്ങളോ, ചില പിടിവാശികളോ, ചില മുൻവിധികളോ ഏതെങ്കിലും കുടുംബം തകരുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ